തന്ന സർവ പ്രചോദയാത്. എൻ്റെ വളവനാട് അമ്മമാർക്കും എൻ്റെ വന്ദനം. ഞാൻ വളവനാടുകാരിയും കൂടിയാണ്. ഇവിടുത്തെ ദേവിമാർക്ക് വന്ദനം. ഗുരുവായൂരപ്പ ഭഗവാനെ, അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് വന്ദനം. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പാദങ്ങളിൽ നമിക്കുന്നു. ഇന്ന് ഞാനൊരു സായി ഡിവോട്ടി ആകാൻ ശ്രമിക്കുന്നൊരു വ്യക്തിയാണ്. സായി ഡിവോട്ടി എന്ന് പറഞ്ഞാൽ സ്വാമി പറയുന്നത് പോലെ സ്വാമിയുടെ തത്വങ്ങൾ പാലിച്ചു ജീവിക്കണം, അങ്ങനെ ശ്രമിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു സായി ഡിവോട്ടിയാണെന്ന് പറയാൻ എനിക്ക് അർഹതയില്ല. കാര്യം 100% നമ്മളത് പാലിച്ച് തന്നെ ജീവിക്കുന്നവരായിരിക്കണം. അപ്പം സ്വാമിയുടെ കരുണ, സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ ഇന്ന് ഈ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലെ ഈ മഹാസത്രത്തിൽ ഇന്നിവിടെ വന്നിരുന്ന് 2 വാക്ക് പറയാനായിട്ട് അവസരം കിട്ടിയത്. എന്നെ ഒരു 3:15 വിളിച്ചു പറഞ്ഞത് ഇങ്ങനൊരു വേക്കൻസി വന്നു അന്ന് സംസാരിക്കാനായിട്ട്. അതൊരു മഹാഭാഗ്യമായി കരുതി തന്നെ ഞാൻ എനിക്കറിയാം എന്താണോ എന്നെക്കൊണ്ട് ഭഗവാൻ ഗുരുവായൂരപ്പൻ നിങ്ങളോട് പറയാൻ നിശ്ചയിച്ചിരിക്കുന്നത്, അത് എന്നിൽ കൂടി പറയിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭാഗവത സപ്താഹ സത്രത്തിൻ്റെ 1-ാം ദിവസമായ ഇന്ന് ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ട് നമ്മൾ ആനന്ദത്തിൽ ആറാടിയിരിക്കുകയാണ്. ശ്രീ വിമൽ വിജയ് എന്ന് പറയുന്ന ഞങ്ങളുടെ കുട്ടിയാണ്, ഞങ്ങൾ എടുത്തു വളർത്തിക്കൊണ്ട് നടന്ന കുട്ടിയാണ് വളവനാട്. അപ്പം അദ്ദേഹത്തിൻ്റെ മധുരമായ പ്രഭാഷണം കേട്ട് അതിലിങ്ങനെ ആനന്ദത്തിൽ ലയിച്ച് അത് ഞാൻ ഫോണിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിടിച്ചിങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് എല്ലാം ഭഗവാനാണ്, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഭഗവാനാണ്. നമുക്ക് ഭഗവാനോടുള്ള ഭക്തി, ഭഗവാനോടുള്ള പ്രേമം എങ്ങനെ വർദ്ധിപ്പിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു തന്ന ഓരോ കഥകളും വാക്കുകളും ഒക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുന്ന് ഒരു കോള് വന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്ന് ഈ സത്രവേദിയിൽ വന്ന് ഭഗവാനെ കുറിച്ച് പറയണമെന്നുള്ളത്. ഭഗവാനെ കുറിച്ച് പറയുക എന്ന് പറയുമ്പോൾ ഞാൻ ആരുമല്ല, പക്ഷേ ആ അവസരം ഞാൻ വിട്ടുകളയാൻ തയ്യാറായില്ല. അതിലെൻ്റെ ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനെന്ന ഭാവമല്ല, എല്ലാം സ്വാമിയുടെ അനുഗ്രഹം, എൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് മാത്രമാണ്. നമ്മൾ ഇന്നിവിടെ പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥകളൊക്കെ കേട്ടു അല്ലേ? പരീക്ഷിത് മഹാരാജാവിൻ്റെ ജനനത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞു. അതിനെ ബേസ് ചെയ്ത് കൂടിയാണ് ഞാൻ ഒന്ന് പറയാൻ ശ്രമിക്കുന്നത്. അതിൽ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം, നമ്മളെങ്ങനെ ജീവിതത്തിൽ ജീവിക്കണം. എനിക്കിപ്പം ഒരു വിഷയമില്ല, നല്ല ഒരു പ്രഭാഷണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സ്പിരിച്വൽ ആയിട്ടുള്ളൊരു പ്രഭാഷണം. അപ്പം ഇന്ന് നമുക്ക് പരീക്ഷിത് മഹാരാജാവിലൂടെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാം അല്ലേ? ആരാണ് പരീക്ഷിത് മഹാരാജാവ്? ശരിക്കും എന്താണ് ഈ ഭാഗവതം എന്ന് പറയുന്നത്? ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു എന്താണ്, മരണദിനം വിധിക്കപ്പെട്ട ഒരു വ്യക്തിയും അതിനെ നേരിടാൻ ആ വ്യക്തിയെ സജ്ജമാക്കിയ ഒരു മഹാമുനിയും തമ്മിലുള്ള സംഭാഷണമാണ് ഭാഗവതം അല്ലേ? മരണത്തെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യാം? മരണത്തെ മാത്രമല്ല, മരണം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകണം അല്ലേ? മരണത്തിനും അതീതമായിട്ട് നമ്മൾ ഭഗവാനിലേക്കാണ് ചെന്നുചേരേണ്ടത്. ശരിക്കും വൈകുണ്ഠ ലോകത്ത് ഭഗവാന്റെ ഒപ്പം ഭഗവാന്റെ കൂടെ നമ്മൾ വസിക്കാൻ യോഗ്യത നേടിയെടുക്കണം. അപ്പം നമുക്ക് പരീക്ഷിത് മഹാരാജാവ് ആരാണെന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയാം. എങ്കിൽ കൂടെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഉത്തരയുടെ ഗർഭത്തിൽ വെച്ചിട്ട്
നശിപ്പിക്കപ്പെടാൻ പോയ ഒരു ഭ്രൂണം തന്നെയായിരുന്നു പരീക്ഷിത് മഹാരാജാവ്, അല്ലേ? പരീക്ഷിത്തിന്റെ ജനനം ഉത്തരയുടെ ഗർഭത്തിൽ ഭ്രൂണാവസ്ഥയിൽ ഇരുന്ന് മരണം നേരിൽ കണ്ട ഒരു കുഞ്ഞു ഭ്രൂണമായിരുന്നു പരീക്ഷിത് മഹാരാജാവ്. തൻ്റെ അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ അശ്വത്ഥാമാവ് അയച്ച നിശിത ശരം തൻ്റെ നേർക്ക് ചീറിപ്പായിഞ്ഞ് വരുന്നതായിട്ട് പരീക്ഷിത്ത് കാണുകയാണ്. അമ്മയുടെ വയറ്റിലെ ആത്മാവിൻ്റെ രൂപത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനായില്ല. അത് പലവട്ടം തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ നിന്ന് കോപാഗ്നി സ്ഫുലിംഗങ്ങൾ ചിതറുന്നുണ്ടായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ പ്രഭാപൂരിതനായും അത്യന്തം ആകർഷണമുള്ളവനുമായ ഒരാൾ ആ അമ്പിന് നേരെ ഒരു ചക്രായുധം അയക്കുന്നതും അത് മാരകമായ ആ ശരത്തെ സഹസ്രം നുറുങ്ങുകളാക്കുന്നതും കണ്ടു. പരീക്ഷത്തിന് ഭയങ്കര അത്ഭുതവും അതേസമയം കൃതജ്ഞതയും ഉളവായി. തൻ്റെ ഈ അമ്മയുടെ വയറ്റിൽ വന്ന് തന്നെ രക്ഷിക്കുന്ന ആപൽ ബാന്ധവൻ ആരായിരിക്കും? പരീക്ഷിച്ച് ചിന്തിക്കുകയാണ്, ഗാഢമാലായിട്ട് ആലോചിക്കുകയാണ്, ആരാണ് അയാൾ? ഞാൻ കണ്ട ആ വ്യക്തി എൻ്റെ സഹോദരനാണോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചക്രായുധം ധരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ കയ്യിൽ ചക്രായുധമില്ല. അപ്പോൾ പക്ഷെ എന്തായാലും എൻ്റെ സഹോദരനല്ല, എനിക്കതുണ്ടായിട്ടില്ല. അപ്പം അവൻ മനുഷ്യനല്ല. അത്യന്തം സുന്ദരനായ ആ ബാലരൂപം അതാരാണ്? പരീക്ഷിത്ത് വളരെ നേരെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. പിന്നെ ആ മുഖം ഒരിക്കലും പരീക്ഷത്തിന് വിസ്മരിക്കാൻ കഴിഞ്ഞില്ല, മറക്കാൻ കഴിഞ്ഞില്ല. കോടി സൂര്യ സമപ്രഭനായ ഒരു ബാലനായിരുന്നു അയാൾ. ആനന്ദമയൻ, സദ്ഗുണവാൻ, നീലാകാശത്തിന് സമമായ കളറുള്ളവൻ. ശരിക്കും നാടകീയമായ രീതിയിൽ തന്നെ രക്ഷിച്ച ശേഷം അദ്ദേഹം അദൃശ്യനായി. വീണ്ടും വീണ്ടും കാണണമെന്ന് പരീക്ഷിത് മഹാരാജാവിന്, പരീക്ഷിത്ത് എന്നുള്ള പേര് വന്നിട്ടില്ല, ആ ഭ്രൂണത്തിന്, ആ ജന്മത്തിന് തോന്നുകയാണ്, എനിക്ക് ഇനിയും വീണ്ടും വീണ്ടും കാണണം. ആ രൂപം എൻ്റെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു. വേറെ ആരെങ്കിലും കണ്ടാൽ തനിക്ക് ദർശനം തന്ന തേജോമയനാണെന്ന് അറിയാൻ അയാളെ സൂക്ഷിച്ചു നോക്കുക. ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക, നോക്കി ആരാണ് അയാൾ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ള ആ മനോഭാവത്തോടു കൂടിയാണ് പരീക്ഷ ജീവിച്ചത്. അങ്ങനെ ആ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പരീക്ഷത്ത് ഗർഭത്തിൽ വളർന്നു. ആ ധ്യാനമാകട്ടെ കുഞ്ഞിനെ തേജോമയനാക്കി. നമ്മൾ രാമായണത്തിൽ വായിച്ചിട്ടുണ്ടല്ലേ, പഠിച്ചിട്ടുണ്ട്. ശ്രീരാമനെ തന്നെ ധ്യാനിച്ച് ഭരതൻ 14 വർഷം ഇരുന്ന സമയത്ത് ശ്രീരാമനെ പോലെ തന്നെയായിരുന്നു ഭരതൻ, അല്ലേ? അതുപോലെ ഗർഭത്തിൽ ഈ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് രൂപം നിരന്തരം മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരുന്ന ആ കുഞ്ഞുമാരായി തേജോമയനായി. ഗർഭവാസമൊക്കെ കഴിഞ്ഞ് ആ കുഞ്ഞ് പൂജാഗതനായി. ഉത്തരയും ദാസിമാരും ഒക്കെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. എന്താ ഒരു ഭംഗി, എന്തൊരു തേജസ്സാണ്, എന്തൊരു കളറാണ്, എത്ര തീക്ഷ്ണമായ പ്രകാശമാണ് അദ്ദേഹത്തിൽ നിന്നും വരുന്നത്. ആ വിവരം എല്ലാവരെയും അറിയിച്ചു, കുഞ്ഞു ജനിച്ച വിവരം. പിറ്റേന്ന് യുധിഷ്ഠിരൻ കുടുംബാചാര്യനായ കൃപരെ വരുത്തി കുട്ടിയുടെ ജാതകർമ്മം നടത്തിച്ചു. അപ്പം രാജാവിൻ്റെ മോന് ജാതകർമ്മം നടത്തുമ്പോൾ ഇഷ്ടംപോലെ അമൂല്യ വസ്തുക്കൾ ദാനം ചെയ്യുമായിരുന്നു ബ്രാഹ്മണർക്ക് പണ്ട്. അങ്ങനെ ബ്രാഹ്മണർക്ക് ഇഷ്ടംപോലെ അമൂല്യ വസ്തുക്കൾ, പശു, ധനം, സമ്പത്ത്, സ്വർണം എന്നിവയെല്ലാം ദാനം ചെയ്തു. എന്നിട്ട് ജ്യോത്സ്യരോട് ചോദിക്കുകയാണ്, രാജ്യാവകാശിയായ ഈ പുത്രൻ
കുടുംബാഭിമാനത്തെയൊക്കെ പുലർത്തി പോരുമോ എന്നും മറ്റും അറിയാനായി മൂന്നാം ദിവസം, ശരിക്കും മൂന്നാം ദിവസമാണ് ജ്യോത്സ്യരെ വിളിച്ചതൊക്കെ ചോദിക്കുന്നത്. നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് വെപ്രാളമാണല്ലേ. ഇന്ന നാളിലാണ് ജനിച്ചത്, തിരുവോണം നാളിലാണ് ജനിച്ചത്, അവന് ദോഷങ്ങളും വല്ലതും ഉണ്ടോ, അവൻ ഏറ്റവും നല്ല കുട്ടിയായി വളരുമോ, സമൂഹത്തിന് നല്ലവരായി വളരുമോ, അവന് ദീർഘായുസ്സുണ്ടോ, അവൻ എങ്ങനെയായിരിക്കും മറ്റുള്ള ജനങ്ങളോട് പെരുമാറുക എന്നുള്ള ഇതെല്ലാം അറിയാനായിട്ട് ജ്യോത്സ്യരെ വിളിച്ചു വരുത്തി. പണ്ഡിതന്മാരൊക്കെ വന്നു. ജാതകമെല്ലാം സസൂക്ഷ്മ നോക്കി, ഗ്രഹസ്ഥിതി എല്ലാ നക്ഷത്രങ്ങളെല്ലാം അത്യുച്ചത്തിൽ നിൽക്കുമ്പോഴുള്ള ജനനം എല്ലാം പരിശോധിച്ചു. മഹാരാജാവേ, ഈ വയസ്സിനിടയ്ക്ക് അനേകായിരം ജാതക കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇത്രയും മെച്ചപ്പെട്ട ഒരു ജാതകം എഴുതാനുള്ള ഭാഗ്യം എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല എന്ന് സമ്മതിക്കുന്നത് തന്നെ വേണം. ശുഭസൂചകങ്ങളായ സർവവും ജനന സമയത്ത് ഒന്നിച്ചു വന്നിരിക്കുകയാണ്. ഉത്തമനായ രാജാവനായിരിക്കും, രാജ്യം പരിപാലിക്കുന്നവനായിരിക്കും. ഒരുപാട് ഗുണവിശേഷങ്ങൾ ഈ ജാതകം നോക്കി പറഞ്ഞു. അങ്ങനെ എല്ലാ സന്തോഷ വർത്തമാനവും ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. ഇരുന്നപ്പോഴ് യുധിഷ്ഠിരൻ പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു, ഭാര്യമാരുണ്ടാവും, എല്ലാം പറഞ്ഞു, പക്ഷേ അവസാനം എങ്ങനെയായിരിക്കണമെന്ന് അറിഞ്ഞില്ലല്ലോ. അതിൻ്റെ ഇടയിൽ യുധിഷ്ഠിരൻ പറയുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം കേട്ടിട്ട് എനിക്ക് സന്തോഷം തന്നെയാണുള്ളത്. രാജകുമാരൻ സദ്ഗുണസമ്പന്നനായിരിക്കും, കീർത്തിമാനായിരിക്കും, പ്രജകളുടെ പ്രേമഭാജനമായിരിക്കും, കരുണാ സാഗരമായിരിക്കും, സർവരോട് സമബുദ്ധിയാ പെരുമാറുന്നവനായിരിക്കും. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ മോൻ്റെ അവസാനം അറിയണം എന്ന് പറഞ്ഞു. ജ്യോതിഷികൾ വീണ്ടും ഗണിക്കാൻ തുടങ്ങി. ദീർഘനേരം ഗണിച്ചു. ഇത് കണ്ടപ്പോൾ രാജാവ് ചഞ്ചലചിത്തനായി. അദ്ദേഹം അക്ഷമ കൊണ്ട് അവരോട് വേഗം പറയാൻ ആവശ്യപ്പെട്ടു. അവരുടെ മറുപടി ഇതായിരുന്നു: ഒരു മഹർഷിയുടെ ശാപത്താൽ ഈ രാജാവ് രാജ്യം ത്യജിക്കും എന്നായിരുന്നു. അത് കേട്ട് ദുഃഖമൊക്കെ ഉണ്ടായെങ്കിലും മറ്റുള്ള മഹർഷിമാരുടെ ഉപദേശങ്ങളാൽ രാജാവ് സമാധാനമായി. എന്നിട്ട് ഭഗവാന് നാമകരണം ചെയ്യാനുള്ള ദിവസങ്ങളായി. നാമകരണ സമയത്ത് കുഞ്ഞിനെയും വേദിയിൽ കൊണ്ടുവന്നു. ഭഗവാനെ കണ്ടപ്പോൾ കുഞ്ഞ് ശ്രദ്ധിക്കാൻ തുടങ്ങി. കുഞ്ഞ് ജനിച്ചപ്പോൾ തൊട്ട് ഭ്രൂണ അവസ്ഥയിൽ കണ്ടിരിക്കുക. ആരെയാ? സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ. ഗുരുവായൂരപ്പൻ്റെ രൂപം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് 4 പേരെ ഇങ്ങനെ നോക്കുക. അവസാനം ഭഗവാനെ കണ്ടു. ഭഗവാൻ തന്നെ തൻ്റെ മടിത്തട്ടിൽ ആ ഉണ്ണിയെ എടുത്ത് വെക്കുകയാണ്. അപ്പം പരമമായ ആഹ്ലാദത്തിൽ ആ കുഞ്ഞിങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് ഭഗവാൻ ശ്രദ്ധിക്കുകയാണ്. ഇവൻ വേറെ വല്ലതിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഓർത്തിട്ട് കുറേ കളിപ്പാട്ടങ്ങളും കുറേ സാധനങ്ങളും കുറേ ഒച്ചകളും ഒക്കെ ഉണ്ടാക്കി അതിലേക്കൊക്കെ ഈ കുട്ടിയെ ക്ഷണിക്കാൻ ശ്രമിച്ചു. പക്ഷെ കുട്ടി എങ്ങോട്ടും നോക്കുന്നില്ല. കുട്ടി ഭഗവാനിൽ തന്നെയാണ് ശ്രദ്ധ ആശിക്കുന്നത്. ഭഗവാൻ മാറി നിന്നു. ഭഗവാൻ ശബ്ദം ഉണ്ടാക്കി അങ്ങോട്ട് മാറി നിന്നപ്പോൾ അങ്ങോട്ട് നോക്കി. വേറുള്ള ശബ്ദങ്ങളിലും വേറുള്ള ആകർഷണങ്ങളിലൊന്നും കുട്ടി ശ്രദ്ധിച്ചില്ല. ഭഗവാനെ തന്നെയാണ് ഭഗവാനെ നോക്കിയത്. ഇത് കണ്ടപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഇത് സാധാരണ കുട്ടിയല്ല, എൻ്റെ പരീക്ഷയിൽ അവൻ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവന് ഉചിതമായ പേര് പരീക്ഷിത് എന്ന് തന്നെ അവൻ അത് അർഹിക്കുന്നു. അങ്ങനെ ഉണ്ടായ രാജാവാണ്, ജനിച്ച രാജാവാണ് പരീക്ഷിത്ത്. അപ്പം പരീക്ഷിത്ത് ആരാണെന്നും എപ്പോഴേ തുടങ്ങി കുട്ടികളിൽ ഈ ഭക്തി. അപ്പോൾ അതാണ് പണ്ടുള്ളവർ പറയുന്നത്, ഗർഭിണിയായിരിക്കുമ്പോൾ അല്ലേ, പ്രഹ്ലാദൻ്റെ കഥ നമുക്കറിയാം. ഒരമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ വേണം ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ഭഗവാനോടുള്ള സ്നേഹം ആ കുട്ടിയിൽ ഉണ്ടാക്കിയെടുത്ത് ഈ ഭൂമിയിൽ നന്നായിട്ട് ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ട്. പണ്ട് അമ്മമാർ വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ അമ്മൂമ്മമാർ ഈ ഗുരുവായൂരപ്പൻ്റെ എത്രയോ കഥകൾ പറഞ്ഞ് ഭാഗവതമൊക്കെ വായിപ്പിച്ച ദിവസവും ഹരിനാമ കീർത്തനമൊക്കെ ചൊല്ലിച്ചിട്ടായിരുന്നു
ആ പ്രസവം അടുത്ത് ആ കുഞ്ഞിനെ പ്രസവിച്ചിരുന്നത് അല്ലേ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിലുണ്ടായിരുന്ന വേദം ജപിക്കുമ്പോൾ ഒരു അച്ഛൻ, ആ അമ്മ ഗർഭിണിയായിരുന്നപ്പോൾ നിത്യവും വേദം അവന് ജപിച്ചു കൊടുക്കുമായിരുന്നു. അവൻ ജനിച്ചു കഴിഞ്ഞൊരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടിയെ അച്ഛൻ കയ്യിലെടുത്ത് താലോലിക്കുന്നത് പുരുഷസൂക്തം ജപിച്ചണ്ട. പുരുഷസൂക്തം ജപിച്ചപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. അവൻ്റെ കരച്ചിലെല്ലാം നീങ്ങി ആ ശ്രദ്ധ ആരിലായി? പുരുഷസൂക്തം ജപിക്കുന്ന ആ ഭഗവാനിലായി അവൻ്റെ ശ്രദ്ധ. അങ്ങനെ വേണം നമ്മളെ മക്കളെ വരുത്താനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഈ കഥയിൽ പറഞ്ഞു, തക്ഷകൻ അല്ലേ, എന്താണ്, തക്ഷകൻ്റെ ദംശമേറ്റാണ് ഭഗവാന്റെ അന്ത്യം അല്ലേ. ഒരു മഹർഷിയുടെ ശാപത്താൽ തക്ഷകൻ്റെ ദംശം ഏറ്റാണ് അന്ത്യം എന്ന് പറയുന്നത്. ആരാണ് ഈ തക്ഷകൻ? സർപ്പദംശനമെന്നല്ല പറഞ്ഞതല്ലേ. തക്ഷകൻ്റെ ഒരു മഹർഷിയുടെ ശാപത്താൽ തക്ഷകൻ്റെ ദംശനമേറ്റു എന്നാണ്. ആരാണ് ഈ തക്ഷകനെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. കാണ്ഡവ ദഹന സമയത്ത് അഗ്നിക്ക് ഇങ്ങനെ വിശന്നിട്ട് വയ്യ. അഗ്നി എന്താണ്? അഗ്നിദേവൻ എല്ലാം ഭജിക്കുന്നത് എങ്ങനെയാ? കത്തിച്ച് 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 കത്തിച്ചല്ലേ എല്ലാം ഭക്ഷിക്കുന്നത്. ഭജിക്കുന്നതല്ല, ഭക്ഷിക്കുന്നത്. അങ്ങനെ കാണ്ഡവ ദഹന സമയത്ത് ഇത് അഗ്നിദേവൻ ഇങ്ങനെ ഭക്ഷിക്കാനായിട്ട് പോകുമ്പോൾ ഇന്ദ്രദേവൻ അവിടെ മഴ പെയ്യിക്കും. പക്ഷെ ഭക്ഷിക്കാൻ പറ്റുന്നില്ല, കറക്റ്റായിട്ട് ഭക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അഗ്നിദേവൻ പരാതിയായിട്ട് ആരുടെയൊക്കെ ചെന്നു? കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ, എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് ഭക്ഷിക്കാനൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് എന്നെ രക്ഷിക്കണം, എനിക്ക് ഭക്ഷിക്കണം, ഈ ഗാണ്ഡവ വനം മുഴുവൻ എനിക്ക് ഭക്ഷിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ അർജുനൻ ചാടിക്കയറി പറഞ്ഞു, അതിനെന്താ, അസ്ത്രം കൊണ്ടൊരു കൂടാരം തന്നെ ഉണ്ടാക്കി തരാം. അപ്പം ഇന്ദ്രൻ മഴ പെയ്യിച്ചാൽ എന്താ പറ്റുക? മഴ വീഴില്ല, അഗ്നിദേവൻ അങ്ങ് ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അഗ്നിദേവൻ ഭക്ഷിക്കാൻ തുടങ്ങി. പക്ഷേ ഗാണ്ഡവ വനത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ടു? തക്ഷകൻ രക്ഷപ്പെട്ട് അങ്ങനെ പോകുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അർജുനനാണ് ചാടിക്കേറി പറഞ്ഞത്, ഞാൻ അത് ചെയ്തു കൊള്ളാം, ഞാൻ രക്ഷിച്ചു കൊള്ളാം, ഞാൻ അഗ്നിദേവന് ഭക്ഷണം കൊടുത്തു കൊള്ളാം എന്ന് പറയുന്നത്. അവിടെ ഞാനെന്ന ഭാവം വന്നു. പക്ഷെ അതിൻ്റെ പരിണിത ഫലം ശരിക്കും പരീക്ഷിത് മഹാരാജാവ് വരെ അനുഭവിക്കേണ്ടി വന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ആ തക്ഷകൻ തന്നെ ദംശിക്കാനായിട്ടുള്ള, പക്ഷെ തക്ഷകൻ ശരിക്കും ദംശിച്ചില്ല, അതുവരെ സത്യമാണ്. ഇതുപോലെ തന്നെ അർജുനന് നമ്മൾ മറ്റേ സന്താന ഗോപാലം വായിക്കുമ്പോൾ സന്താന ഗോപാലത്തിൽ ആ ബ്രാഹ്മണനോട് പറയുന്നുണ്ട്, പുത്രന്മാരെല്ലാം ഞാൻ രക്ഷിച്ചോളാം, എനിക്ക് കഴിവുണ്ട്, ഞാനെന്ന ഭാവം അവിടെ കൈവന്നപ്പോഴെന്താ പറ്റിയേ? എത്ര ശ്രമിച്ചിട്ടും പറ്റിയോ ഒരു കുട്ടിയെ പോലും രക്ഷിക്കാൻ? പറ്റിയില്ല. ആരാ രക്ഷിച്ചത് അവസാനം? ഭഗവാൻ തന്നെ. ഇതെല്ലാം ഭഗവാന്റെ കളിയാണ്. അർജുനനിൽ ഈശ്വരവിശ്വാസം, ഈശ്വരനാണ് എല്ലാമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ കളിയാണ് അല്ലേ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ശ്രദ്ധ വേണം. ആ ഓരോ പ്രവൃത്തിയും ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം ആർക്കാ കിട്ടുക? അനന്തര തലമുറകൾക്കും കിട്ടുമെന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലേ. പരീക്ഷിത് മഹാരാജാവിന് ആ തക്ഷക ദംശം വന്ന് വീണത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ എങ്കിലും ഭയങ്കര ദിവ്യമായ അനുഗ്രഹവും പരീക്ഷിത് മഹാരാജാവിന് കിട്ടി. എന്താണ്? ജനിച്ചപ്പോൾ തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ച ആ പരീക്ഷിത് മഹാരാജാവിന് അനുഗ്രഹം കിട്ടിയാണ്. ഭാഗവതം സപ്താഹമായി വായിച്ചറിഞ്ഞ് മുഴുവൻ കഴിയുമ്പോൾ ഭഗവാനിലേക്ക് ചെന്ന് ചേരുമെന്ന്.
ഭാഗവതം എല്ലാം പാരായണം ചെയ്ത് ആ ഗംഗാതീരത്ത് ശുകബ്രഹ്മർഷി പാരായണം ചെയ്ത ഭാഗവതം എല്ലാം കേട്ടപ്പോൾ ശരിക്കും പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞു, അവസാന ഭാഗം ആ ഭഗവാനെ കുട്ടയിൽ എടുത്തോണ്ട് പോകത്തില്ലേ രക്ഷിക്കാനായിട്ട്, അതൊന്നുകൂടെ വായിച്ചു കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വായിച്ച് കേട്ടിട്ടിരിക്കുമ്പോൾ കൃഷ്ണ എന്നുള്ള വിളിയിൽ കൃഷ്ണ 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 എന്ന് വിളിച്ചിട്ട് ജീവൻ വെടിയുകയാണ് ചെയ്തത്. ആ സമയത്ത് തക്ഷകൻ ശരിക്കും പറഞ്ഞാൽ ദംശനമല്ല, സാഷ്ടാംഗം നമിക്കുക തന്നെയാണ് ചെയ്തത്. അതൊരു നിമിത്തം ആയി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്? ഉത്തമമായ ഭക്തിയാണ് വേണ്ടതല്ലേ? നമുക്ക് എങ്ങനെയാ ഭക്തി കിട്ടുക? ഇത്രയും വലിയൊരു സത്രം നടന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ആത്മീയ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കണം. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ശ്രവണം അല്ലേ? ഏറ്റവും ആദ്യം നമ്മൾ ഏത് കാര്യവും നമ്മൾ അറിയുന്നു. കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ കൃഷ്ണ ഗോവിന്ദ എന്ന് നമ്മൾ എന്ന് പൂജാമുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചു ചോദിക്കും, ആരാ അമ്മേ കൃഷ്ണൻ? അപ്പം നമ്മൾ പറയും അമ്പാടിയിലെ കൃഷ്ണനെ കുറിച്ച് കഥകൾ. അപ്പോൾ അവൻ ശ്രവണമായി, കീർത്തനം. അപ്പോൾ പിന്നെ അവൻ കൃഷ്ണനെ പാട്ടുപാടാൻ തുടങ്ങി ഇല്ലേ? അങ്ങനെയാണ് അവനും ആ ഒരു കുട്ടിയും കൃഷ്ണഭക്തനായിട്ട് ഉയർന്നുയർന്ന് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സത്സംഗം ഇവിടെ വന്ന് നമ്മളിത് കേൾക്കുമ്പോൾ ആ പരീക്ഷിത് മഹാരാജാവിന് ഗർഭത്തിൽ കണ്ട കൃഷ്ണനെ, അരികിൽ കണ്ട കൃഷ്ണനെ നമ്മളിവിടെ ഗുരുവായൂരപ്പനെ അരികിൽ കണ്ട് ചേർത്തിരിക്കുകയാണ്. നമ്മൾ ഈ സത്രവേദിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ശബ്ദമാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിലെ ഒരു ദുർഗണം അല്ലേ, ഒരു ദുർഗണം മാറ്റി നമുക്ക് ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഉറച്ച വിശ്വാസം. രാവിലെയും വിമല അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്കാർക്കും ഉറച്ച വിശ്വാസമില്ല. ഒരു നല്ല പനി വന്നാൽ മതി, അപ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ചിട്ട് എൻ്റെ ഭഗവാനെ ഇതെന്താണ് ഈ ഭഗവാനെ വിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അറവുകാട്ടമ്മേനെ വിളിക്കാം, ദേവി നാരായണ, അമ്മേ നാരായണ, അല്ലെങ്കിൽ വള്ളിക്കാവിലമ്മയെ അവിടെ പോവാം, അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ 100 നേർച്ച നേരും ഇല്ലേ? നമ്മൾ അത് ചെയ്യാം ഇത് ചെയ്യാം. പക്ഷെ ഇല്ല, എൻ്റെ ഭഗവാനുണ്ട് കൂടെ. എൻ്റെ ഭഗവാന്റെ നാമം മാത്രം ശ്രവിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നാരായണ 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 എന്ന് ജപിച്ചു കൊണ്ടിരുന്നാൽ മതി. നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനോടൊപ്പം ഏത് രോഗം വന്നാലും നമ്മൾ റിക്കവർ ആകും. 100% ഉറപ്പാണ്. 100-110%. എത്ര ശതമാനമെന്ന് പറയാൻ പറ്റത്തില്ല. ഭഗവാൻ നമ്മളുടെ അടുത്തിങ്ങനെ ഓടി വരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടതല്ലേ ധ്രുവൻ്റെ പ്രാർത്ഥന. ധ്രുവൻ്റെ പ്രാർത്ഥിക്കുമ്പോൾ ധ്രുവനെ ശരിക്കും ശംഖ് കൊണ്ടിങ്ങനെ ശരിക്കും കവിളത്തിങ്ങനെ തലോട് കഴിച്ച് ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ അത്യന്തികമായിട്ട് നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് നമ്മുടെ കുട്ടികളിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഇന്ന് വീട്ടിൽ ഈ ഒരു അമ്പലത്തിൻ്റെ കീഴിൽ ഉള്ള കുടുംബങ്ങളിലെല്ലാം എത്ര അമ്മമാരുടെ പാദങ്ങളിൽ എത്ര കുട്ടികൾ നമിക്കുന്നുണ്ട്, പാദ നമസ്കാരം ചെയ്യുന്നുണ്ട്. അത് തൊട്ട് നമ്മൾ ശീലിപ്പിക്കണം. നമ്മുടെ മാതൃദേവോ ഭവ അല്ലേ, അങ്ങനെ ആചാര്യ ദേവോഭവ, പിതൃദേവോഭവ. ഈ തത്വം തന്നെ പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും ഒന്ന് തൊട്ട് നമസ്കരിച്ച് ഒരു അമ്മയുടെ അനുഗ്രഹം വീണ് പോകുന്ന കുട്ടി ഇന്നത്തെ തലമുറയിൽ ഒരിക്കലും നശിച്ചു പോകില്ല, ഉറപ്പാണ്. ഈ നല്ല കാര്യങ്ങൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ടീനേജ് ആയിട്ടുള്ള പ്രായത്തിലുള്ള കുട്ടികളെ ഈ സത്രവേദിയിൽ കൊണ്ടുവന്നിട്ട് ഈ മഹാന്മാർ പറയുന്ന കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കാൻ പറയണം. ഓരോ നിമിഷവും നിങ്ങളത് കേൾക്കണം. അത് അവർ മനനം ചെയ്യാൻ പറയണം. എന്നാലേ അവരുടെ ഭാവി നല്ലതാകുകയുള്ളൂ. എൻ്റെ സ്വാമി ഭഗവാൻ ശ്രീ സത്യ സായി ബാബ അദ്ദേഹമാണ്
അദ്ദേഹത്തിൽ വന്നതുകൊണ്ടാണ് എനിക്ക് ഭാഗവതമൊക്കെ വായിക്കാനും പഠിക്കാനും, കുറച്ച് മാത്രം പഠിക്കാൻ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ പഠിക്കാനുമുള്ള ഭാഗ്യമെല്ലാം വീണ് കിട്ടിയത്. അദ്ദേഹം ഈ ഭാഗവതത്തെ കാച്ചിക്കുറുക്കി ഒറ്റ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുവാണ്? ലവ് ഓൾ സർവ് ഓൾ. നമുക്ക് ലവ് ഓൾ എന്നുള്ള ഇതിനെ നമുക്ക് കിട്ടണമെങ്കിൽ കിട്ടുമോ? നമുക്ക് സ്നേഹിക്കാൻ നമ്മളിലെ സൗന്ദര്യം കുറഞ്ഞ, പണം കുറഞ്ഞ, കാണാൻ ഭംഗിയില്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമുക്ക് അറിവില്ല അവനിലും പ്രവർത്തിക്കുന്നത് ആരാണെന്ന്, ഭഗവാനാണെന്നുള്ളത്. ഇവിടുത്തെ സർവ്വചരാചരങ്ങളും ഈ ഭൂമിയെല്ലാം ഒറ്റ ആളുടെ നിയന്ത്രണത്തിലാണ്. ആരുടെ നിയന്ത്രണത്തിൽ? നമ്മുടെ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഭഗവാനാണ് ഈ സർവ്വചരാചരവും നിറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾക്ക് കുറച്ച് വിശ്വാസം ഉണ്ടാവണം. നമ്മുടെ കുഞ്ഞിനോട് നമ്മൾ പറയണം. ഒരു ഭഗവാൻ ശ്രീ സത്യസായി ഭഗവാന്റെ പുട്ടപ്പർത്തിയിൽ ഞാൻ അതുകൂടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വേദം ചൊല്ലുന്ന വേദനാരായണൻ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഏതാണ്ടൊരു 57-58 വയസ്സ് പ്രായം ഇപ്പോഴും ഉണ്ട്. പുട്ടപ്പർത്തിയിൽ വേദം ചൊല്ലുന്നത്, ചിട്ടയോടെ വേദം ചൊല്ലുന്ന, വേദം കോളേജിൽ വേദം പഠിപ്പിക്കുകയും കോളേജ് അധ്യാപകനുമാണ്. അവിടെയൊക്കെ വിദ്യാഭ്യാസം എല്ലാം പരിപൂർണമായിട്ടും ഫ്രീ ആണ്. അദ്ദേഹം ഒരു പാവപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തിലെ ജനിച്ചത്. മഹാകുസൃതിയായിരുന്നു ആ കുട്ടി. ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. എപ്പോഴും ഭയങ്കര എന്താ പറയുക, ഓട്ടിസം ബാധിച്ച കുട്ടികളെ എപ്പോഴും ജില്ലെന്ന് പറഞ്ഞിരിക്കും. അടക്കിയിരുത്താൻ അമ്മ ഭയങ്കര പാടാണ്. അമ്മയാണെങ്കിൽ അതിശക്തയായ സായി ഡിവോട്ടിയും. ഒരു രക്ഷയില്ല. ഓരോ കാര്യവും കൊണ്ടുവരും സാധിച്ചു തരാനായിട്ട് അമ്മയുടെ മുമ്പിൽ. അപ്പോൾ അമ്മയ്ക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി ഇങ്ങനെ നിവർത്തിയില്ല വന്നപ്പോഴ് അമ്മ പറഞ്ഞു, നീ ഒരു 108 തവണ സായിരാമെന്ന് ജപിക്കൂ, അപ്പം സ്വാമി വന്ന് നിന്റെ ആഗ്രഹം സാധിച്ചു തന്നോളൂ എന്ന് പറഞ്ഞു. ഒരു കാര്യമുണ്ടായി. ആ കുട്ടി 108 4 വയസ്സുള്ള കുട്ടിക്ക് ഇങ്ങനെ ജപിക്കാനൊന്നും അറിയത്തില്ല. അവനിങ്ങനെ വിരലൊക്കെ പിടിച്ച് ഇങ്ങനെ ജപിച്ചു വന്നപ്പോൾ 28 ആയുള്ളൂ. 28 ജപിച്ച സ്വാമിയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. അവൻ ആ കാര്യം സാധിച്ചു. അങ്ങനെ ഇവൻ പഠിച്ചപ്പോൾ SLCക്കൊന്നും വലിയ പരീക്ഷയ്ക്ക് വലിയ മാർക്കില്ലായിരുന്നു. അപ്പോഴും സ്വാമിയുടെ കോളേജിൽ ചേർന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. സ്വാമിയുടെ കോളേജിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ 90 above% മാർക്കുണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇവന് ആവറേജ് ഒരു ക്ലാസ്സേ ഉള്ളൂ. എങ്ങനെയാ സ്വാമിയുടെ കോളേജിൽ പഠിക്കുക? നീ ഇങ്ങനെ പറയില്ലേ എന്ന് മോനോട് അച്ഛൻ പറയുകയാണ്. ഞാൻ 108 പ്രാവശ്യം സായി ഗായത്രി ജപിക്കും, സായിരാം ജപിക്കും, അപ്പോൾ എനിക്ക് അവിടെ കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന്. ആ ഭഗവാന്റെ ഉറച്ച വിശ്വാസം. നമുക്ക് 108 ജപിച്ചിട്ട് കിട്ടുമെന്ന് പറയാൻ നമ്മൾ വിശ്വസിക്കത്തില്ല. പക്ഷെ ആ ജനിച്ച കുട്ടിയിൽ ഉണ്ടാക്കിയെടുത്ത ആ അമ്മ ഉണ്ടാക്കിയെടുത്ത ഉറച്ച വിശ്വാസത്തിന്റെ ബേസിലാണ് ഈ 108 മന്ത്രം അവൻ അവിടെ പോയി ജപിക്കുകയാണ്. ഭഗവാന്റെ ആ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് 108 പ്രാവശ്യം ഓം ശ്രീ സായിരാം, ഓം ശ്രീ സായിരാം, ഓം ശ്രീ സായിരാം എന്ന് ജപിച്ചു കഴിഞ്ഞിട്ട് വളരെ അത്ഭുതമെന്ന് പറയട്ടെ, ഭഗവാന്റെ കോളേജിലേക്ക് അവന് ഇൻ്റർവ്യൂവിന് ക്ഷണം കിട്ടുകയാണ്. അങ്ങനെ ഭഗവാന്റെ കോളേജിൽ അവൻ പഠിച്ചു, വേദം പഠിച്ചു. അവസാനം ഈ കോളേജിലൊക്കെ നല്ല മാർക്കോട് തന്നെ നല്ല സബ്ജക്റ്റൊക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് ഭഗവാൻ ഒരു ദിവസം പറയുന്നത്, ഈ വേദം പഠിപ്പിക്കാൻ പറഞ്ഞു. അവന് വേദം എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴും 108 തവണ ജപിച്ചു. നീ പഠിച്ചോളും എന്ന് പറഞ്ഞു. അങ്ങനെ വേദം പഠിച്ചെടുത്ത് വേദ പണ്ഡിതനാണ് വേദനാരായണൻ സാർ. അപ്പം ഞാൻ ഇവിടെ ഈ ചുരുക്കി പറഞ്ഞതിൻ്റെ കാര്യം, നാമജപത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കളോട് പറയണം, നീ ദിവസവും 108 ഓം നമഃ ശിവായ ജപിക്ക്. ഒരു ശിവഭക്തനാണെങ്കിൽ അങ്ങനെ പറയാം, ഒരു കൃഷ്ണം, എല്ലാം ഒന്നാണ്. നമ്മൾ പല നാമത്തിൽ വിളിക്കുന്നതേ ഉള്ളൂ, സകലതും ഒന്ന് തന്നെ. പക്ഷെ നമുക്കൊരു ഇഷ്ടനാമം സ്വീകരിക്കാം. അത് സായി എന്നോ, കൃഷ്ണ ഗുരുവായൂരപ്പ എന്നോ, നാരായണ 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 എന്നോ, ഓ നമോ നാരായണ എന്നോ, ഓ നമോ ഭഗവതി വാസുദേവായ എന്നൊക്കെ
നമുക്ക് എന്ത് വേണമെങ്കിലും സ്വീകരിക്കാം. അത് ഒരു അച്ഛനും അമ്മയും നിർബന്ധമായിട്ടും കുട്ടികളെ ശീലിപ്പിക്കുക. പ്രാർത്ഥനയിലൂടെ സാധിച്ചിരിക്കും എന്ന് അവരെ ബോധ്യപ്പെടുത്തുക, ചെറിയ പ്രായത്തിലെ തന്നെ. അതിനാണ് നമ്മൾ ഗീത പഠിപ്പിക്കണം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബാലവികാസ്, ഈ അമ്പലത്തിൻ്റെ കീഴിലൊരു ബാലവികാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ കുട്ടികളെ വേദം പഠിപ്പിക്കണം. ബാലവികാസിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ജപിക്കുന്നതെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കാനും അവരുടെ പാദപൂജ ചെയ്യാനും ശക്തരാക്കണം മക്കളെ. ഒരിക്കലും ഇന്നത്തെ MDMA പുറകെ ഒരു കുട്ടിയും നമ്മുടെ പോകത്തില്ല. 100% ഉറപ്പാണ്, പോകത്തില്ല. അപ്പം നാമജപത്തിൻ്റെ പ്രാധാന്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നും വിമൽ അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ്. നാമജപം, നാരായണ 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 എന്ന്. നമുക്കുണ്ടോ ഭക്തി? നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. നമുക്കത്രയും ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടാവണം. ഉണ്ടാകുന്നത് മാത്രം പോരാ, നമ്മുടെ മക്കളെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ, നാമജപം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. രുക്മിണി സ്വയംവരം, എല്ലാവരും രുക്മിണി സ്വയംവരം കാണാറുണ്ടല്ലേ? ഇവിടെ വേദിയിൽ രുക്മിണി വന്ന നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കുന്ന, നമ്മൾ സപ്താഹത്തിൽ, ഇവിടുത്തെ സത്രത്തിലല്ല, സപ്താഹത്തിലൊക്കെ സുന്ദരിയായിട്ട് ഒരുങ്ങി രുക്മിണി സ്വയംവരം നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ രുക്മിണി സ്വയംവരം, നമ്മൾ രുക്മിണിയെ തട്ടിക്കൊണ്ട് കൃഷ്ണൻ പോണു അല്ലേ, രുക്മിണിയുടെ സഹോദരനെ കൊല്ലാൻ പോകുന്നു, മൊട്ടയടിക്കുന്നു, ഇതൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ പാഞ്ഞു പോകുന്നത്. പക്ഷെ അതിൽ കുറേ തത്വങ്ങൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു വലിയ ആൾക്കാരെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ തത്വങ്ങളുണ്ട്. രുക്മിണി സ്വയംവരം നടക്കുന്നതിന് മുൻപ് രുക്മിണി അംബികാ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്ന കാര്യം പറയുന്നുണ്ടല്ലോ ഇല്ലേ? അംബികാ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോൾ അംബികാ ക്ഷേത്രത്തിൽ കടക്കുന്നതിന് മുൻപായിട്ട് എന്താ ചെയ്യുന്ന രുക്മിണി ദേവി? എങ്ങനെയാണ് കയറുന്നത്? ഭാഗവതത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനസ്സ് മുഴുവൻ ശൂന്യമാക്കി, മനസ്സിലെ ചിന്തകളെയെല്ലാം മാറ്റി, പുറത്ത് വെള്ളമുണ്ട്, പൈപ്പിൽ, ഇന്ന് നമുക്ക് പൈപ്പുണ്ടല്ലേ, പുറത്ത് ഗേറ്റിന് പുറത്ത് പൈപ്പുണ്ട്, അവിടെ കൈയും കാലും മുഖവും കഴുകി ശുദ്ധമാക്കി മൗനവ്രതം ആചരിച്ച്. എന്തുവാണ്? നമ്മളൊന്ന് നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മള് മാരംകുളങ്ങര ദേവിയെ ദർശനം, നീ വന്നാ, നീ അറിഞ്ഞായിരുന്ന മറ്റേ അയാള് ഇന്ന ഒരു കാര്യമുണ്ടായി അവിടെ അപ്പുറത്തെ വീട്ടിലേ, നമ്മൾ ചോദിക്കില്ലേ? നമ്മുടെ ശ്രദ്ധ എത്രയുണ്ട്? അപ്പം രുക്മിണി ദേവി അങ്ങനെയല്ലായിരുന്നോ? കയ്യും കാലും മുഖവും കഴുകി നമ്മളും ചെയ്യാൻ ശീലിക്കണം. നമ്മൾ ചെയ്ത് ശീലിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് രുക്മിണി സ്വയംവരത്തിലൂടെ. മനസ്സിനെ ശൂന്യമാക്കിയിട്ട് ആരെ കൊണ്ട് പ്രതിഷ്ഠിക്കണം? മാരംകുളങ്ങര അമ്മയെ, സുന്ദരിയായ അമ്മയെ, സുന്ദരമായ കണ്ണുകളുള്ള, കരുണാ കടാശം കഴിഞ്ഞൊഴുകുന്ന അല്ലേ, സിന്ദൂരാരണ വിഗ്രഹാം ത്രിനയനാം, 3 കണ്ണുകളുള്ള, സിന്ദൂരത്തിൻ്റെ നിറമുള്ള, നല്ല കിരീടമുള്ള, ഞങ്ങൾ സങ്കല്പിക്കണം, കാരുണ്യം തുളുമ്പുന്ന കണ്ണുകള്. ആരാണോ ആശ്രയിക്കുന്ന ആ പാദങ്ങളെ, ആ ആശ്രയിക്കുന്നവരെ എല്ലാവരും രക്ഷിക്കുന്ന ആ ദിവ്യ പാദങ്ങളെ മനസ്സിൽ കാണണം. കണ്ടുകൊണ്ട് വേണം നമ്മൾ ദേവിയുടെ മുമ്പിൽ ചെന്നിട്ട് എന്താണ് ആദ്യം ചെയ്യേണ്ടത്? രുക്മിണി ദേവി എന്താണ് ആദ്യം ചെയ്തത്? സ്തുതിച്ചു. ഒരു സ്തോത്രം കൊണ്ട് സ്തുതിച്ചു എന്നാണ് പറയുന്നത്. സ്തുതിച്ചിട്ട് എന്താണോ രുക്മിണി ദേവിയുടെ ആഗ്രഹം അല്ലേ, അത് ആ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് കഴിഞ്ഞിട്ട് പ്രദക്ഷിണമൊക്കെ ചെയ്തു കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടാണ് ആ മൗനവ്രതം കളഞ്ഞത്.
മൗനവ്രതം കളഞ്ഞു, എല്ലാവരോടും മിണ്ടിയത്. നമ്മളാണെങ്കിലോ? അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റവും അത്യാവശ്യം പാലിക്കേണ്ടത് നാമജപം പോലും അവനവൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം. പുറത്ത് മറ്റുള്ളവർക്ക് ശല്യമാകാതെ നാമം ജപിച്ച് മനസ്സിനെ ശാന്തമാക്കി. ഇപ്പം ഏതൊരവസ്ഥയിൽ ഇപ്പം ഇവിടെ വന്നിരുന്ന് എനിക്ക് 2 വാക്കുകൾ, എന്തോ ഭഗവാന്റെ പുണ്യം കൊണ്ട് എനിക്ക് 2 വാക്കുകൾ പറയാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഭഗവാന്റെയോ അല്ലെങ്കിൽ ദേവിയുടെയോ ഏത് ക്ഷേത്രം ചെല്ലുമ്പോൾ ആ രൂപം കണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ച് അകത്ത് മനസ്സ് ശുദ്ധമായിട്ട് ശരീരവും മനസ്സും ശുദ്ധമാക്കി തന്നെ വേണം നമ്മളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ. നമ്മളങ്ങോട്ട് ഓടിച്ചല്ലോ അല്ലേ, അയ്യോ നേരമൊന്നുമില്ല, ഓടിപ്പോയെന്ന് തൊഴുതേച്ച് വരട്ടെ, ഓടിപ്പോവും, അമ്മയെ കാത്തുകൊള്ളണേ എന്നും പറഞ്ഞ് പറവറ എടുത്ത് ഓടുന്ന ആ ഒരു ശീലമാണ് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും. നമ്മൾ സമാധാനത്തോട് കൂടി ചെന്ന് ആ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ആ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇന്ന് തന്നെ നമ്മൾ പ്രതിജ്ഞ ചെയ്യുക, നാളെ മുതൽ അല്ലെ ഇന്ന് മുതൽ എന്താണ്, ഞാൻ അമ്പലത്തിൽ പോയാൽ ദേവാലയ ദർശനം നടത്തുമ്പോൾ ഞാൻ ആരോടും സംസാരിക്കില്ല. ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ പ്ലീസ് പ്രാർത്ഥിച്ചിട്ട് എന്ന് ആദ്യം നമുക്ക് അങ്ങനെ പറയാം. ആദ്യം അവർ പറയും, ഓ ഭയങ്കര അഹങ്കാരിയായിരിക്കും, ഒന്ന് മിണ്ടിയപ്പോൾ എല്ലാം പോയോ എന്നൊക്കെ ചോദിക്കുമായിരിക്കാം. പക്ഷേ നമ്മൾ ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ എല്ലാം മറന്ന് ഭഗവാനെയോ ഭഗവതിയോ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കണം. അതിൻ്റെ ഫലം ശരിക്കും ഭയങ്കര വലുതാണ്. അങ്ങനെ നമ്മൾ ഭക്തി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം എന്ത് വേണം? ശ്രദ്ധ വേണം. നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധ എന്നുള്ളത്, അല്ലേ? ഏത് കാര്യത്തിലും ആ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ അതാണ് നമ്മുടെ ഈ ഭാഗവതം ശരിക്കും പറഞ്ഞാൽ പരീക്ഷത്തിന് മോക്ഷം കൊടുക്കുന്നത്, ഭഗവാനിലേക്ക് ചെന്ന് ചേരാൻ. ആ ശ്രദ്ധയോടെയാണ് ഭാഗവതം ശ്രവിക്കുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ഭഗവാന്റെ ദിവ്യമായ കഥകൾ ഒരെണ്ണമേ കേൾക്കുള്ളെങ്കിലും അത് വളരെ ശ്രദ്ധയോടെ അത് കേട്ടിട്ട് മനനം ചെയ്യണം. മനനം ചെയ്യുക എന്താ? മനസ്സിലിട്ട് താലോലിക്കണം. ഞാനിന്ന് ശ്രീ വിമലിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ടപ്പോൾ രാവിലെ ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് കരച്ചിൽ വന്നു. സത്യം പറഞ്ഞാൽ എന്തെന്നാൽ 2 പെൺകുട്ടികളുടെ കഥ പറഞ്ഞില്ലേ, ഓർക്കുന്നുണ്ടോ? 2 പെൺകുട്ടികൾ ഏകാദശിക്ക് ദർശനം ചെന്നപ്പോൾ താമസിക്കാൻ പോലും ഇടവിട്ടാഞ്ഞപ്പോൾ അവർ പാവങ്ങളാണല്ലേ. ആ പാവങ്ങളായ കുട്ടികൾക്ക് ഏകാദശിക്ക്, ഗുരുവായൂർ ഏകാദശിക്ക് തൊഴാൻ ചെന്നപ്പോൾ ഇടം കിട്ടാഞ്ഞിട്ട് ഒരു ലോഡ്ജിൽ ഒരാൾ അഭയം കൊടുത്തു. പക്ഷെ ആ ലോഡ്ജിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഒരു പുരുഷൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ലോഡ്ജിൽ താമസിക്കാൻ പറ്റുള്ളൂ. ഇവരുടെ കൂടെ ആരും ഇല്ലായിരുന്നു. ഇവരിൽ കണ്ടപ്പോഴേ പക്ഷേ ആ ലോഡ്ജുകാരന് അഭയം കൊടുക്കുകയാണ്. എന്തായിരുന്നു? ഒരു 10 വയസ്സായ കുട്ടി അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അല്ലേ? ആ 10 വയസ്സായ കുട്ടിയുടെ കൂടെയാണ് ആ 2 പെൺകുട്ടികൾ ഈ ലാസ്റ്റത്തെ ഏകാദശിക്ക് ആ ലോഡ്ജിൽ താമസിച്ചിട്ട് ദർശനം നടത്താനായിട്ട് പോയത്. ആരാണ് ആ 10 വയസ്സുള്ള കുട്ടി? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? നമ്മൾ വന്ന് ഭഗവാനെ പരീക്ഷിച്ചേക്കാം. നമ്മൾ 2 പെണ്ണുങ്ങൾ അങ്ങോട്ട് പോവുക, ഭഗവാനെ ഒന്ന് പരീക്ഷിച്ച് കളയാം. ഈ ആണുങ്ങളുള്ള ലോഡ്ജിൽ തന്നെ നമുക്ക് ചോദിക്കാം. എന്നിട്ട് വേണ്ട, നമ്മളും ഇങ്ങനെ താമസിച്ചാൽ വരുമോ?
എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിലെ തൃഷ്ണ, പ്രേമം, ഭഗവാനോടുള്ള പ്രേമം, ദിവ്യമായ പ്രേമം. ഭഗവാനെ കണ്ടേ പറ്റൂ, ഭഗവാനെ തൊഴുതേ പറ്റൂ. പാവങ്ങളാണ്, അവരെങ്ങനെയാ തൊഴണര്? എല്ലാ മാസവും തൊഴണമെന്ന് പറഞ്ഞിട്ട് ജനുവരി 31 വന്ന് ഫെബ്രുവരി 1 തൊഴുതിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ 2 മാസത്തെ തൊഴലായി. അപ്പൊ വർഷത്തെ 6 മാസം വന്നാൽ മതി. അത്രയും പാവങ്ങളായത് പറഞ്ഞത് ഇദ്ദേഹമാണ്. ആ നിറഞ്ഞ ഭക്തിയാണ് നമ്മുടെ ഉള്ളില് ഓരോ പ്രാവശ്യവും ഉണ്ടാവേണ്ടത്. ഒരിക്കലും ഞങ്ങളിങ്ങനെ പുട്ടപ്പർത്തിക്ക് പോവുക. അപ്പോൾ പുട്ടപ്പർത്തിക്ക് പോയി, പുട്ടപ്പർത്തി സായി ഭഗവാന്റെ സ്ഥലം. അങ്ങനെ ഒരു പ്രാവശ്യം ഞാനും എൻ്റെ ഭർത്താവും കൂടെ പോയപ്പോൾ ഏതോ ഒരു ട്രെയിൻ മറിഞ്ഞു. അങ്ങനെ ട്രെയിനുകളൊക്കെ ബ്ലോക്കായി, ഓരോ സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുക. ഒരു ജനവാസമില്ലാത്തൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ട്രെയിൻ ചെന്നപ്പെട്ടത്. കയ്യിലാണ് ഒരു സാധനം, ഭക്ഷണമില്ല. അന്ന കാലത്ത് ഒരു 20 വർഷം ബാക്കിലാണ്. കാശൊന്നും വലുതായിട്ടില്ല, കയ്യിൽ കൂടുതൽ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ഉള്ള അത്യാവശ്യം ഉള്ളതൊക്കെ വൈകുന്നേരം കഴിച്ച് തീർത്ത്, രാത്രിയിൽ ഭക്ഷണം കഴിച്ച് തീർത്തു. രാവിലെ എണ്ണീറ്റു. അപ്പോഴാണ് ഇതൊക്കെ അറിയണത്. പല്ല് തേച്ചു, കുളിച്ചു. 11 മണിയായി, 12 മണിയായി, 1 മണിയായി. വിശപ്പിൻ്റെ വിളി അങ്ങ് തുടങ്ങി. കാര്യം ധൃതി പിടിച്ച് പുട്ടപ്പുറത്തിൽ പോകാനായിട്ട് എല്ലാം റെഡിയാക്കി. തലേദിവസം തന്നെ ഒരുമാതിരി വെപ്രാളവും പിടിച്ച് നല്ലപോലെ ഭക്ഷണവും കഴിക്കാതെയാണ് 2 പേരും പോകുന്നത്. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ചെറിയ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ അസ്വസ്ഥത, ഗ്യാസും ഒക്കെ കേട്ടിട്ട് തലകറക്കം ഉണ്ടാവും. അപ്പോഴാണ് ഞങ്ങളുടെ ബോഗിയിൽ തന്നെ ഉണ്ടായിരുന്ന കുറേ പോലീസുകാരായിരുന്നു. അവരെവിടെയോ ട്രെയിനിങ്ങിന് ഹൈദരാബാദോ അങ്ങനെ എന്താ പോകുമായിരുന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ചപ്പാത്തിയും വെജിറ്റബിൾസും ഉണ്ട്, നാരങ്ങയൊക്കെ ഉണ്ട്. ഞങ്ങൾ അതുകൊണ്ടൊരു വെജിറ്റബിൾ കുറേ ഇങ്ങനെ അരിഞ്ഞു കൂട്ടി, നാരങ്ങയൊക്കെ പിഴിഞ്ഞൊരു വെജിറ്റബിൾ കൂട്ടം ഉണ്ടാക്കി. ചപ്പാത്തി കുറേ അധികം ഇരിപ്പുണ്ട്, നിങ്ങൾക്കിത് കഴിക്കാമോ എന്ന് ചോദിച്ചു. എൻ്റെ ഗുരുവായൂരപ്പ, കഴിക്കുകയില്ലെന്ന് ആരെങ്കിലും പറയോ? അയ്യോ അതിനെന്താ, ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. എൻ്റെ ഭഗവാനെ, ഭഗവാന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 3-3:30 ആയപ്പോഴാണ് ഈ ഭക്ഷണം ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളെവിടെ പോവുകയാണ്? ഞങ്ങൾ പറഞ്ഞു, പുട്ടപ്പർത്തിയിൽ സ്വാമിയെ കാണാൻ പോവുകയാ. നിങ്ങൾ 2 മാത്രമേ ഉള്ളൂ? ആ, ഞങ്ങൾ 2 മാത്രം കൂടിയാണ് പോകുന്നത് സ്വാമി ദർശനത്തിന്. ആരാണ് ഈ സ്വാമി? ഞങ്ങൾ പറഞ്ഞു, ഇത് തന്നെയാണ് സ്വാമി. ഈ ഭക്ഷണം ഇല്ലാതെ വിശന്ന് വലഞ്ഞപ്പോൾ ഭക്ഷണവും വെള്ളവും എത്തിച്ച ആള് ആരാണോ അതാണ് എൻ്റെ ഗുരുവായൂരപ്പൻ, അതാണ് എൻ്റെ സ്വാമി എന്ന്. നമ്മുടെ ജീവിതത്തിലെല്ലാം ഒരുപാട് നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? ഒരു കൈ എവിടുന്നെങ്കിലും നമുക്ക് വന്ന് നമ്മളെ രക്ഷിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ പടിയെന്ന് പറഞ്ഞാൽ ഉറച്ച ഭക്തി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഉറച്ച വിശ്വാസം. സ്വാമി എപ്പോഴും പറയേണ്ടത്, നിന്റെ അമ്മയും നിന്റെ അച്ഛനും ഒന്നുമല്ല നിന്റെ കൂടെയുള്ളത്, ഞാനാണ് ഓൾവേസ് നിന്റെ കൂടെയുള്ളത് എന്ന് പറയുന്നുണ്ട്. നമ്മൾ കണ്ട് സുനിത വില്യംസിനെ അല്ലേ? സുനിത വില്യംസ് എത്ര ദിവസം സ്പേസിൽ താമസിച്ചിട്ടാ വന്നത്? ആ ദിവ്യ മാതാവ് പറഞ്ഞത് എന്താണ്? ആരായിരുന്നു ശക്തി? എല്ലാവരും വായിച്ചില്ലേ? ആരായിരുന്നു? ഏത് ഭഗവാനെയായിരുന്നു വെച്ചിരുന്നത്? ഗണപതി ഭഗവാനെ. ഗണപതി ഭഗവാനെ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നോ? ഇല്ല. അവിടെ എത്തുമ്പോൾ ആ സ്പേസിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ, ഈശ്വരൻ മാത്രം. നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടാൽ നമ്മൾ കിടന്ന് അലറി വിളിക്കും, ഈശ്വരാന്ന് വിളിക്കുമോ? അയ്യോ എന്ന് വിളിക്കും അല്ലേ? അയ്യോ ഓടിവായോ, ഇത് എന്ത് ചെയ്യണം? അങ്ങനെയാണ് നമ്മൾ ദൈവമേ ഗുരുവായൂരപ്പൻ കൂടെയുണ്ട്. കാര്യം ശരിക്കും പറഞ്ഞാൽ ഓരോ സമയത്തും നമുക്കിഷ്ടപ്പെടുന്ന ഒരു മന്ത്രം, ഇപ്പം ഗായത്രി മന്ത്രം ജപിച്ചാൽ, ഇപ്പോൾ ഒരു പ്ലെയിൻ ക്രാഷിൻ്റെ സമയത്ത്
ഗായത്രി മന്ത്രം ജപിച്ചതിനാൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടത് രക്ഷപ്പെടുത്തിയെന്നാണ്. ഒരുപാട് കഥകൾ സ്വാമിയുടെ അനുഭവത്തിലുണ്ട്. സ്വാമിയുടെ കഥ ഇവിടെ പറയുന്നത് അത്ര ഉചിതമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറയാത്തത്. ഓരോ ശാസ്ത്രജ്ഞന്മാരുടെ ഓരോ എന്താണ് പറയുക സൂത്രവാക്യങ്ങൾ സ്വാമിജനെ പറഞ്ഞു കൊടുത്ത ശാസ്ത്രജ്ഞനേക്കാൾ വലുത് ശാസ്ത്രജ്ഞനെ സൃഷ്ടിച്ച ഈശ്വരനാണെന്ന തത്വം, അതാണ് സുനിത വില്യംസിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ദേവിയേത് നമ്മുടെ കുട്ടികളെ ഭഗവത്ഗീത പഠിപ്പിക്കണം. ഭഗവത്ഗീത എന്തിനാണ് കുറേ ശ്ലോകങ്ങൾ സംസ്കൃത ശ്ലോകങ്ങൾ ഉച്ചത്തിൽ ചൊല്ലി പഠിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഇന്നത്തെ ഈ കലിയുഗത്തിൽ അല്ലേ ജീവിക്കണമെങ്കിൽ ആര് വേണം? ഭഗവാന്റെ സംരക്ഷണം വേണം, ശക്തി വേണം. ആ ശക്തിയാണ് ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കലിയുഗത്തിൽ ഉത്തമനായ രാജാവായിരുന്നു ആര്? പരീക്ഷിത് മഹാരാജാവ്. ഏറ്റവും ഉത്തമനായിരുന്നു അദ്ദേഹം. ആ ശമീക മഹർഷിയുടെ തോളിൽ കൊണ്ട് ആ പാമ്പിനെ ഇട്ടത് അദ്ദേഹം ഒരിക്കലും ചെയ്യരുതാത്തതായിരുന്നു. എന്തുകൊണ്ടാ? കലി ഇരിക്കുന്ന എവിടെയൊക്കെയാ? സ്വർണം, സ്ത്രീ, അങ്ങനെ എന്താ സ്ത്രീ, അങ്ങനെയുള്ള ഇതിലൊക്കെയാണെന്നാ പറയുന്നത്. അപ്പം ഈ രാജാവിൻ്റെ തലയിൽ കിരീടമുണ്ടായിരുന്നു, സ്വർണമുണ്ടായിരുന്നു. അപ്പോഴവിടെ ശരിക്കും പറഞ്ഞാൽ കലി കയറിയത് കൊണ്ടാണ് രാജാവ് സ്വയം മറന്ന് ആ പാമ്പിനെ പിടിച്ച് ആ മഹർഷിയുടെ തലയിൽ ഇടാനിടയായത്. അപ്പം നമുക്ക് ഇങ്ങനെ ഈ കലിയുഗത്തിൽ ജീവിക്കണമെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ ശ്രദ്ധയോടുകൂടി ഭഗവത് സ്മരണയിൽ ഭഗവത് നാമത്തിൽ ജീവിച്ചാൽ മാത്രമേ നമ്മളൊരു ട്രാപ്പിൽ ചെന്ന് വീഴാതെ നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് എത്ര പറഞ്ഞാലും മതിയാവൂല. നമ്മുടെ മക്കളെ ദേവിയേത് ഈ അമ്പലത്തിൽ ഈ ഭാരവാഹികളോടുള്ള ഒരു അപേക്ഷയാണ്, പ്രാർത്ഥനയാണ്. ഗീതാ ക്ലാസ് ഇവിടെ ആരംഭിച്ചിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ വേദങ്ങൾ പഠിപ്പിക്കണം, ഭഗവത് ഭക്തി അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഭഗവാന്റെ നിരവധി കഥകൾ ഓരോ ക്ലാസ്സിലും ഒരു 2-3 കഥകൾ വെച്ച് പറഞ്ഞു കൊടുക്കണം. ഈ നാട്ടിലുള്ള നമ്മുടെ മക്കള് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ മാതൃക പുരുഷന്മാരും സ്ത്രീകളുമായി മാറുന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് ഈ അമ്പലത്തിൻ്റെ അണ്ടറിൽ കൊടുക്കാൻ സാധിക്കണം. ദേവി സമ്മതിച്ചു കഴിഞ്ഞു. ഗീതാ ക്ലാസ്സൊക്കെ ആരംഭിച്ചിട്ട് നല്ല കുട്ടികളായിട്ട് വളരാനായിട്ട് മാതാപിതാക്കളെ ബഹുമാനിച്ച് ഇന്നത്തെ MDMA നിന്നൊക്കെ ഒരു മോചനം നേടി മോശം ജീവിതം ജീവിക്കാതെ ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സത്യസന്ധമായിട്ട് അതിലുപരി ഈശ്വര വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് നമ്മൾ എവിടെ ചെല്ലാനാണ് ജീവിക്കുന്നത്, നമ്മൾ ആരുടെ കൂടെ ചെല്ലാനാണ് ജീവിക്കുന്നത്, നമ്മൾ ഗുരുവായൂരപ്പൻ്റെ കൂടെ ഗുരുവായൂരപ്പൻ്റെ തന്നെ രൂപം സ്വീകരിച്ച് ആ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ചെന്ന് ചേരുകയാണ് നമ്മുടെ ജന്മത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കൊടുത്ത് അവനവൻ്റെ കർമ്മത്തെ ഏറ്റവും നന്നായി ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്ന രീതിയിൽ ഭഗവത്ഗീതയും ബാലവികാസ് ക്ലാസ്സും കൊണ്ട് നമുക്കിവിടെ നേടിയെടുക്കാനായിട്ട് സാധിക്കണം. ഈ സത്രത്തിൽ തന്നെ എല്ലാ കുട്ടികളെയും കൊണ്ടുവന്ന് ഒരു ദിവസമെങ്കിലും നമ്മുടെ സ്പീച്ച് കേൾപ്പിക്കാനായിട്ട് ഓരോരുത്തരുടെ സ്പീച്ചുകൾ കേൾപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ 2 വാക്ക് വന്ന് പറയാൻ കിട്ടിയ നിമിഷത്തിൽ എന്തൊക്കെയോ ഓർത്ത് ആലോചിച്ച് പറഞ്ഞതാണ്. ഒരു 3-4 മണിക്കൂർ കിട്ടിയിരുന്നെങ്കിൽ കുറെ കൂടെ മനസ്സിൽ ഓർമ്മിച്ച് ഒന്നുകൂടെ പറയാമായിരുന്നു എന്നുണ്ടായിരുന്നു. എന്നാലും എന്നെക്കൊണ്ട് ഇത്രയേ ഭഗവാൻ ചെയ്യിപ്പിക്കേണ്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇത്രയും പറയിപ്പിച്ച ആ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ, എൻ്റെ സ്വാമിയുടെ പാദങ്ങളിൽ, അമ്മമാരുടെ പാദങ്ങളിൽ സകലതും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ